ഉണക്കായിട്ട് കൂടെയും ഒരു വണ്ടി വിളിച്ചിട്ട് വരുന്നില്ല. മഴയായാൽ നടന്നു പോകാൻ വരെ ആളുകൾക്ക് നിവൃത്തിയില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മെമ്പർമാരെ വിളിച്ച് പറയാ അവരെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്ത് ജയിച്ചങ്ങ് പോകും. പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല. വളരെ ബുദ്ധിമുട്ടുമാണ് ഈ മഴ. ഈ ഭരണകൂടം നമ്മളോട് കാണിക്കുന്നത് അനീതിയാണ്. ഈ കാര്യം നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികളെ കണ്ണു തുറക്കൂ എന്നൊരു മുദ്രാവാക്യമാണ് ഈ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുന്നത്. ഈ പഞ്ചായത്തിന്റെ വീട് കൊടുത്ത വഴിയാണ്, ഇറങ്ങി വരുന്ന വഴിയാണ്. രണ്ട് വർഷമായി കാലവശതപ്പെട്ട് ഇരിക്കുകയാണ്. ആശുപത്രി പോകാൻ നിവൃത്തിയില്ല. എൻ്റെ മുറ്റത്ത് വാഹനമൊന്നും വരുന്നില്ല. 2 വർഷമായി ഓപ്പറേഷൻ തന്നെ നിശ്ചയിച്ചിട്ട് പോകാൻ നിവൃത്തിയില്ല. നടന്നു പോകാനോ വണ്ടി വരാനോ ഒന്നും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. കുടിവെള്ളമോ വല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ ഏതെല്ലാം മെമ്പർമാർ വന്നിട്ടും ഈ റോഡുകൾ ഇതുവരെയും നന്നാക്കിയിട്ടില്ല. നടന്നു പോകാനോ മനുഷ്യർക്കോ ഒരു വാഹനമോ എൻ്റെ വീട്ടുമുറ്റത്ത് വരുന്നില്ല. എനിക്ക് ആശുപത്രിയിൽ പോകാൻ നിവൃത്തിയില്ല. ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നു. ഒരു വഴിയില്ല. താഴോട്ട് മേലോട്ട് എങ്ങും പോകാൻ ഒരു നിവൃത്തിയില്ല. തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഈ ജോലി എസ്റ്റിമേറ്റ് എടുത്തതെന്ന് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരുപാട് പേരും ഈ ഭാഗത്തുള്ളവരെ അറിഞ്ഞിട്ടില്ല. അവർ ഏത് റോഡാണ് ചെയ്യുന്നതെന്ന്, എവിടെയാണ് ഈ ചെയ്യുന്നതെന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓവർസിയറെ വിളിക്കപ്പോൾ സാറ് പറഞ്ഞത് 110 മീറ്റർ ഉണ്ട്. പക്ഷെ അവിടെ ഒരാൾ പോലും താമസമില്ലാത്ത സ്ഥലവുമാണ്. ഒരു ആൾക്കാർക്ക് അത് ഉപയോഗപ്പെടുന്ന റോഡുമല്ല. ഈ വാർഡിലുള്ള മെമ്പറോ ഇവിടെ നിന്ന് ജയിച്ചു പോയ ബ്ലോക്ക് മെമ്പറോ പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ എല്ലാവരും ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ജയിച്ചു. ഒരാൾ പോലും ഈ കണ്ണൻകോട്ട് വാർഡിൽ ഇന്ന് വരെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഈ റോഡിനെ പറ്റി എന്താണെന്ന് പറഞ്ഞിട്ട് പോലുമില്ല. ഈ റോഡിന് ഒരു സവിശേഷത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ MC റോഡിന് സമാന്തരമായി ചടയമംഗലം ജംഗ്ഷനിൽ എത്തിച്ചേരാൻ ഒക്കുന്ന ഏക വഴി ഇത് തന്നെയാണ്. അതിന് പണ്ടൊരിക്കൽ ഒരു സാക്ഷി ആവുകയും ചെയ്തു. കാരണം MC റോഡിൽ ഒരു രാത്രിയിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഞങ്ങളെല്ലാം ഉറക്കമണിയിച്ച് നോക്കുമ്പോൾ ഇതിൽ അനേകം വണ്ടികൾ പോകുന്നു. അങ്ങനെയാണ് ഞങ്ങളിത് കാണുന്നത്. നോക്കിയപ്പോൾ സംഭവം അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ MC റോഡ് ഗതാഗത യോഗ്യമല്ല, അതുകൊണ്ട് ഇങ്ങനെ ഇതിലെ വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ MC റോഡിന് സമാന്തരമായി MC റോഡിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഏക വഴി ഇത് തന്നെയാണ്. ഇത് 22 കൊല്ലമായ പറ്റിയ റോഡാണ്. അത് ഇത്രയും നാളായിട്ട് ഈ കുഴിയും കുന്തുമായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഒരാളിനെ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോകാനോ എടുക്കാനോ, ഒരു മഴയായി കഴിഞ്ഞാൽ വരുന്ന ഒരു വണ്ടി പോകാനോ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ 4 കൊല്ലമായ 5 കൊല്ലമായ വെട്ടിയ റോഡാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അത് അവിടെ എന്ന് പറഞ്ഞാൽ റോഡല്ലത്,
അത് റോഡ് മനുഷ്യവാസം താമസിക്കുന്ന മൊത്തവും അവിടെ റോഡുണ്ട്. പിന്നെ പന്നികളാണ് ഇറങ്ങി വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ചെയ്യുന്നത്. അത് ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട്, അതല്ലെങ്കിൽ ആ ചെയ്തെടുത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട്, അതല്ല ഇവിടുന്ന് അങ്ങോട്ട്, അങ്ങനെ ചെയ്യണം. ഞാനൊരു വികലാംഗനാണ്, എനിക്ക് നടക്കാനും പോകാനും വയ്യ. ഇത് റോഡ് വെട്ടിയിട്ട് കാലങ്ങളോളമായി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മെമ്പർമാരെ വിളിച്ച് പറയാം, അവർ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്ത് ജയിച്ചങ്ങ് പോകും. പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല. വളരെ ബുദ്ധിമുട്ടുമാണ്. ഈ മഴ തുടങ്ങിയാൽ പിന്നെ യാതൊരു കാരണവശാലും ഇതിലെ ഒരു വണ്ടി വിളിച്ചാൽ വരുന്നില്ല. ഇപ്പം തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഒരുപാട് അവസ്ഥ അനുഭവിക്കുന്ന ആൾക്കാർ ഈ പ്രദേശത്തുണ്ട്. എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി തരണമെന്ന് അഭിപ്രായപ്പെടുവാണ്. ഞങ്ങളെ ഇവിടുത്തെ ഈ റോഡ് ചെയ്യാനേ ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാര്യം ഞങ്ങൾക്ക് ഒരു കൊച്ചിന്, ഒരു പ്രായമായവർക്ക് അസുഖം കൂടി കൊണ്ടുപോയ ആട്ടോ വിളിച്ചാൽ വരത്തില്ല. എടുത്തുകൊണ്ട് പോകാനും പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഈ റോഡ് കിടക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്തുകാർ ശ്രദ്ധ ചെലുത്തി ഞങ്ങൾക്കിത് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികളെ കണ്ണു തുറക്കൂ എന്നൊരു മുദ്രാവാക്യമാണ് ഈ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുന്നത്. ഈ നിൽക്കുന്ന എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയ ഉള്ളിലുള്ളതാണ്. കഴിഞ്ഞ ഇലക്ഷന് വോട്ട് ചെയ്തിട്ട് വന്നവരാണ് ഞാൻ. അപ്പോൾ ആ രീതിക്ക് ഓരോ പാർട്ടിക്കും വേണ്ടി രാഷ്ട്രീയപരമായിട്ട് വർക്ക് ചെയ്യുന്നവരും പോസ്റ്റ് അടിക്കാൻ പോകുന്നവരും വോട്ട് ചെയ്യുന്നവരാണ് ഈ കൂട്ടത്തിലുള്ളവരും. പക്ഷെ ആ ഒരു വ്യത്യാസവും രാഷ്ട്രീയ ഭേദമല്ലേ നമ്മൾ പറയുന്നത്. നാടിൻ്റെ വികസനം, ഇത് പൊതുവായൊരു റോഡാണ്. ഈ റോഡ് വെട്ടാൻ വർഷങ്ങളോളം കേസ് നടത്തി അതിന് വിധി വന്നതിന് ശേഷമാണ് ഈ റോഡ് നിലവിൽ വന്നത്. ഈ റോഡ് നിലവിൽ വന്നതിന് ശേഷമാണ് ഈ കാണുന്ന റോഡെല്ലാം വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ റോഡിൻ്റെ വികസനം ആ ഗോവൻ എന്നാണ് വീട്ടിൻ്റെ വാതക്ക് വരെ കോൺക്രീറ്റ് ചെയ്തിട്ട് കാലാകാലങ്ങളായി. അതിനുശേഷം ഇങ്ങോട്ട് ഈ വാർഡിൽ ഈ മേഖലകളിൽ ഒരു രീതിയിൽ ഒരു മെറ്റൽ പോലെ എടുത്തിടാൻ ആരും ചെയ്തിട്ടുമില്ല. വന്ന ജനപ്രതിനിധികൾ ആരും ചെയ്ത് കണ്ടിട്ടുമില്ല. ഞാൻ ഈ റോഡിന്റെ തുടക്കം മുതലാണ്, ആധികാരിക മുതലാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ വാർഡിനകത്തുള്ള പേച്ചുകുഴികളുള്ള റോഡ് വളരെ വിവാദമായി വർഷങ്ങളോളം കേസ് പറഞ്ഞുണ്ടാക്കിയ റോഡാണ്. അന്ന് മൺവെട്ടിയും കുന്താലിയും പെട്രോൾ മാക്സ് തലയിൽ വെച്ചുകൊണ്ട് ഞാൻ പെട്രോൾ മാക്സ് ചുമന്നുകൊണ്ട് നിന്ന് ആൾക്കാർ വെട്ടുകത്തിയും കുന്താലിയും കൊടുവാളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു 2-3 രാത്രി കൊണ്ട് വെട്ടി ഉണ്ടാക്കിയ റോഡാണ് പേച്ചിക്കുഴി മുതലിങ്ങോട്ടുള്ള. ആ റോഡ് പിന്നെ പിൽക്കാലത്ത് നേരെ കടന്നൂർ വരെ എത്തുകയും മാടപ്പാർ റോഡ് അതിനു മുന്നേ ഉണ്ടായിരുന്നു. അത് പിന്നെ 2005 ES രമാദേവി ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് ചിത്രഞ്ജൻ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് ആ റോഡ് അത്രയും കോൺക്രീറ്റ് ചെയ്തു, ടാർ ചെയ്തു, കോൺക്രീറ്റ് ചെയ്തു എടുത്തു. അതിനുശേഷം 2005 ജനകീയാസൂത്രണം വന്ന സമയത്ത് ആര്യദേവൻ നായർ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ഈ സമയത്ത് 46,000 രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ റോഡ് ഞങ്ങൾ വെട്ടുന്നത്. ഇവിടുത്തെ പ്രഗത്ഭരായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇവിടുത്തെ മെമ്പർ അടക്കം പ്രഗത്ഭരായ ഞങ്ങൾ 10 പേരടങ്ങിയ 10 പേരുടെ പേരിൽ കേസാകുകയും ആ കേസ് ഞങ്ങൾ 8 വർഷം കേസ് പറയുകയും ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ റോഡാണ് ഈ രണ്ടാമത്തെ റോഡ്. ഈ വാർഡിന്റെ ഉൾപ്രദേശമായിട്ടുള്ള ഈ കണ്ണങ്കോട് അയ്യപ്പമുക്ക് മുട്ടുകോണ MGHS റോഡ്. നമുക്കിപ്പം ഈ റോഡ് വരുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗോവന്റെ അവിടെ വരെ നമുക്ക് പിന്നെ റോഡ് അവരെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയെങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നു. അത് കിഴക്കേ കോണത്ത് നിന്ന് ഇങ്ങോട്ട് സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് റോഡ് വെട്ടാൻ ഞങ്ങൾ ആരും സമ്മതിക്കത്തില്ല. ഞങ്ങളെ ജീവൻ ബലി കൊടുത്തായാൽ തന്നെ ഞങ്ങൾ അത് തടയുക തന്നെ ചെയ്യും. മെമ്പർ ഇവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ഏത് കാരണത്താലും ഞങ്ങൾ ഈ റോഡ് മെയിൻ്റെനൻസ് ചെയ്ത് തരാം എന്നാണ് എപ്പോഴും പറയുന്നത്. കാണുമ്പോഴെല്ലാം കണ്ണങ്കോട് വാർഡിൽ നമുക്ക് ഈ ഇവിടെ പിന്നെ ഗ്രാമസഭയിൽ ആര് ചെന്നാലും മുമ്പേ പറയുന്നത് ഈ റോഡിന്റെ കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു റോഡ് വേണം. ഞങ്ങൾ പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാനുള്ള റോഡിൽ അവിടെ ആൾ താമസമുള്ള സ്ഥലമല്ല. അതിവിടെയാണ് ഒരു റോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് പിന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വേണം. ഈ 3 റോഡിൽ നിന്ന് ഏതെങ്കിലും ഒരു അറ്റത്തു നിന്ന് ഉള്ള പൈസ കൊണ്ട് ഇത് ശരിയാക്കി ഞങ്ങൾക്ക് തരണം. ഈ ഭരണകൂടം നമ്മളോട് കാണിക്കുന്നത് അനീതിയാണ്. ഈ കാര്യം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വാർഡിലും വികസനങ്ങളും ദ്രുതഗതിക്ക് നടക്കുമ്പോൾ കണ്ണങ്കോട് അയ്യപ്പമുക്ക് പ്രദേശത്ത് മാത്രം ഈ റോഡിന് മാത്രം അവർ ഫണ്ട് വെക്കുന്നില്ല. അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികൾ മാറി ഭരണം നടത്തിയ ഒരു പഞ്ചായത്താണ്. അതൊരു വാർഡാണ്. ഈ വാർഡിൽ ഇതുവരെയും നമ്മൾ ഏതാണ്ട് 31 കൊല്ലത്തോളം ഈ റോഡ് ഇവിടെ വെട്ടി പൂർത്തിയാക്കിയിട്ട് അതിനുശേഷം
150 മീറ്ററോളം നേരത്തെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ ഒരു വികസനം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് കിഴക്കൻ മേഖലയായ കിഴക്കേക്കോണം മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഇവിടുത്തെ മെമ്പർ മുൻകൈ എടുത്ത് അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതിന് നമ്മൾ ശക്തമായിട്ട് ഈ നാട്ടിലുള്ള ആൾക്കാർ നമ്മളെ ഈ പ്രദേശം അയ്യപ്പമുക്കിലെ പ്രദേശത്തുള്ളവർ പ്രതിഷേധമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഇത് സഞ്ചാരയോഗ്യമാക്കി തരാമെന്നുള്ള പഞ്ചായത്തിനോട് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലത്താണ് ഈ റോഡ് അവർ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ ഞങ്ങൾക്ക് രാത്രി എന്ന് വെച്ചാൽ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഞങ്ങളെ കൊച്ചുങ്ങൾക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ വയ്യാതായി കഴിഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് ഈ ഭാഗത്തോട്ട് ഓട്ടോ വരൂല. കാരണം വന്നു കഴിഞ്ഞാൽ 60 മേടിക്കേണ്ട അടുത്ത് അവർ 100 വാങ്ങിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പഞ്ചായത്തുകാർ ആവശ്യമുള്ള ഭാഗം ചെയ്തു തരണം. ആവശ്യമില്ലാത്ത ഭാഗത്താണ് ഇപ്പം അവർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കൂടെ നോക്കണേ. പിള്ളേരെ